ബിസിനസ്സിൽ വിജയിച്ച ഓൺടർപ്രണേഴ്സ് ഉണ്ട്, തോറ്റുപോയവരുമുണ്ട്. ഈ വിജയിച്ചവരും തോറ്റുപോയവരും തമ്മിലുള്ള കമ്പാരിസൺ എന്താണ് ശരിക്കും? സാറ് കാണുന്ന ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? വീഗാർഡ് നല്ല നിലയിൽ നടന്നു പോകുന്ന സമയത്തായിരുന്നു വണ്ടർല തുടങ്ങിയത്. അപ്പോൾ പലരും ഡിസ്കറേജ് ചെയ്തു. അതായത് അയ്യോ, വീഗാർഡ് നല്ല നിലയിൽ പോകുന്നുണ്ടല്ലോ, അത് വളർത്താൻ ധാരാളം സ്കോപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ ബാങ്കുകാരും നിങ്ങളുടെ കൺസൾട്ടൻസ് എല്ലാവരും അത് പറയുകയായിരുന്നു. എന്നിട്ടും പക്ഷെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും അനലൈസ് ചെയ്തു. നമ്മുടെ ഒരു സാർ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടെത്തുക. അപ്പോൾ സാർ അതിൽ വീഗാർഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയിട്ട് പിന്നെ വണ്ടർലയിലേക്ക് വരുന്നു, അതിനുശേഷം ഇപ്പോൾ വീഗാർഡ് ഹോംസിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ചിറ്റലപ്പള്ളി സ്ക്വയർ അല്ലേ, എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നു. വളരെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അവർക്ക് സന്തോഷിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലം, ഒരു ഹോളിഡേ ആസ്വദിക്കാനുള്ളൊരു സ്ഥലം. അങ്ങനെ ഇതിനെ സാറ് എന്താ പറയുക, ഈ കാര്യങ്ങളെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പല ഏരിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? എങ്ങനെയാണ്? അല്ല, ഇതിങ്ങനെ നമ്മൾ ഓരോ ചിന്തകളിൽ നിന്നുള്ള ഓരോ പ്രസ്ഥാനങ്ങൾ ഉയരുക. ഫോർ എക്സാമ്പിൾ ഈ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ്റെ മീറ്റിങ്ങുകളിൽ ഒരു മാനേജർ, അതിൻ്റെ ഒരു മാനേജറാണ് ഒരു തവണ പറഞ്ഞത്, സാർ നമ്മൾ ഒരുപാട് പണം രോഗികളുടെ ശുശ്രൂഷയ്ക്കും പിന്നെ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ പലതിനും ചിലവഴിക്കുന്നുണ്ട്. ഈ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന് ഒരു ഫിസിക്കലായിട്ടൊരു എന്തെങ്കിലും ഒരു സ്ഥാപനം വേണം. അത് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാ. അങ്ങേര് കോട്ട് ചെയ്ത വാക്കുകൾ അതൊക്കെ. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടന്നു. ഞാൻ പറഞ്ഞത് രണ്ടിനും ഞാൻ തയ്യാറല്ല. കാരണം എഞ്ചിനീയറിംഗ് കോളേജാണെങ്കിൽ ധാരാളം കോളേജുകളുണ്ട്, പിന്നെ അതിൽ എക്സൽ ചെയ്യണം നമ്മൾ. പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ എഗെയിൻ നമ്മൾ നല്ല ഡോക്ടർമാരെയൊക്കെ കാല് പിടിക്കേണ്ടി വരും, അതിനും എക്സൽ ചെയ്യണം. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ കുറവൊന്നുമില്ല. അങ്ങനെയിരിക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും വിദേശത്ത് പോകുമ്പോൾ തന്നെയാണ് ഈ ഒരു ആശയം എനിക്ക് തോന്നിയത്. വിദേശത്ത് പല സിറ്റികളിലും അവിടുത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇത്തരം ഫെസിലിറ്റികൾ അവർ പണം മുടക്കിയിട്ട് അത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അത് വേറെ പ്രൈവറ്റ് വ്യക്തികൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ, സിറ്റിക്കകത്ത് ഇതുപോലുള്ള സൗകര്യങ്ങൾ, ഒരു ഓപ്പൺ സ്പേസ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പബ്ലിക് പാർക്കുകളിൽ പോകാൻ കുറച്ച് മടിക്കും, കാരണം അവിടുത്തെ ഒരു വൃത്തി മെന അല്ലെങ്കിൽ അതുവരെ ഉണ്ട്. അതേസമയം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഒരുക്കുന്നു, അത് റൺ ചെയ്യാനായിട്ട് നിബന്ധനകളോടെ വേറെ ഏജൻസിയെ ഏൽപ്പിക്കുന്നു, അവരെ ശരിക്ക് കടിഞ്ഞാണിടുന്നു. അത്തരം എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ടൊരു സ്പോർട്സ് സെൻറ്റർ പോലെയാണ്. ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, ജോഗിങ് ട്രാക്ക് ഉണ്ട്, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, പിന്നെ അഡ്വഞ്ചർ സ്പോർട്സ് ഉണ്ട്, അങ്ങനത്തെ ഒരു ഫെസിലിറ്റി. അപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തൊരു ഐറ്റം അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങാൻ കാരണം. ഇത് ഈ ജോലി ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, സമ്പാദിക്കുക എന്നതിനപ്പുറം ഒന്ന് സന്തോഷിക്കാനും മാർഗം വേണ്ടേ അല്ലേ? അതാണ് സാർ ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഹോളിഡേയ്സ് വീഗാർഡ് വണ്ടർല ആയാലും ഈ ചിറ്റലപ്പള്ളി സ്ക്വയർ ആയാലും ഒക്കെ. അല്ല, അപ്പോൾ പലരും ചോദിച്ചാൽ അപ്പോൾ അത് വണ്ടർലയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആവില്ല? ഇല്ല, വണ്ടർല കുറേ കൂടി ഹൈ ലെവലിലുള്ള ത്രില്ലിംഗ് ആക്ടിവിറ്റീസാണ്. ഇത് പ്യുവർലി സ്പോർട്സ് റിലേറ്റഡ് ആണ്. ഇവിടെ ഒന്നും ഒരു മെഷീനറി ഓപ്പറേറ്റഡ് ഐറ്റംസ് ഇല്ല. എല്ലാതും സൈക്കിളായാലും ശരി, ഒക്കെ റോക്ക് ക്ലൈമ്പിംഗ് ആയാലും ശരി, സിപ്പ് ലൈൻ ആയാലും ശരി, നമ്മൾ ഫിസിക്കലി എഫേർട്ട് ഇട്ട് അധ്വാനിച്ചിട്ട് ചെയ്യേണ്ട ജോലികളാണ്. ഇപ്പോൾ ഈ ബിസിനസ്സിൽ വിജയിച്ച ഓൺടർപ്രണേഴ്സ് ഉണ്ട്, തോറ്റുപോയവരുമുണ്ട്. ഈ വിജയിച്ചവരും തോറ്റുപോയവരും തമ്മിലുള്ള കമ്പാരിസൺ എന്താണ് ശരിക്കും? സാറ് കാണുന്ന ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? കണക്കുകൾ പറയുന്നത്, ഒരു ചെറുകിട സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ
അതിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 90 എണ്ണവും പൂട്ടിപ്പോയിട്ടുള്ളതാണ്. 90 എണ്ണം പൊട്ടിച്ചിട്ടു. 90% പൂട്ടിപ്പോയിട്ടുള്ള ചരിത്രങ്ങളാണ്. 10 എണ്ണം മാത്രമാണ് വിജയിക്കുന്നത്. അതിൽ 1-2 എണ്ണമാണ് എക്സ്ട്രീംലി സൂപ്പറായിട്ട് നമ്മളൊക്കെ നാട്ടുകാരെ അറിയുന്ന പോലെ വിജയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫെയിലിയർ റേഷ്യോ വളരെ കൂടുതലാണ് ഈ എൻ്റർപ്രണർഷിപ്പിൽ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അയാളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ആ വ്യക്തിയുടെ അയാൾ അതിന് കേപ്പബിൾ ആയിരുന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അയാൾ കുറ്റം പറയാൻ ഇത് ഇതിനകത്ത് മുന്നിട്ടിറങ്ങിയ ആള്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു പല ഘടകങ്ങളും ചേർന്നിട്ടുള്ള ഒരു സംഭവമല്ലേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ടെക്നോളജി മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വിജയിക്കണമെന്നില്ല. ചിലർ ഭയങ്കര വാചകടിക്കുന്നവരും ഭയങ്കര സംസാരിക്കാൻ മിടുക്കുള്ളവരും അല്ലെങ്കിൽ ഒക്കെ എബിളായിട്ടുള്ളവരായിരിക്കാം. അവർ സക്സസ് ആവണമെന്നില്ല. നമ്മൾ വിചാരിക്കും അവൾ നല്ല മിടുക്കനാണല്ലോ. അതേസമയം എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. അതായത് ഒരു സ്റ്റേജിൽ അയാൾ തന്നെയാണ് പ്രൊഡക്ഷൻ മാനേജർ, അയാൾ തന്നെയാണ് മാർക്കറ്റിംഗ് മാനേജർ, അല്ലെങ്കിൽ അയാൾ തന്നെയാണ് HR നോക്കേണ്ടത്, അയാൾ തന്നെയാണ് ഫിനാൻസ് ശ്രദ്ധിക്കേണ്ടത്, അയാൾ തന്നെയാണ് പബ്ലിക് റിലേഷൻ, അയാൾ തന്നെയാണ് എന്താ പറയുക ഗവൺമെൻറ് ലൈസനിങ് എല്ലാം. കാരണം അങ്ങനത്തെ ഒരു മൾട്ടി ടാസ്കിങ് ആണ് ഈ എൻ്റർപ്രണർഷിപ്പ്. അപ്പോഴത്തെയാണ് പലരും വഴി തെറ്റിപ്പോണ അല്ലെങ്കിൽ വഴി മുട്ടിപ്പോണതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ തിയറി ശരിയാവണമെന്നില്ല. ഈ സാറിൻ്റെ ഒരു ബിസിനസ് ജീവിതത്തിൽ എന്തെങ്കിലും ഈ നമ്മൾ നെവർ ഗീവ് അപ്പ് എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ഒരു പേഴ്സണൽ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടും സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അതിന് പിന്നോട്ടില്ല എന്ന് ചിന്തിച്ച് തന്നെയാണോ സാർ മുന്നോട്ട് പോവുക? പ്രതിസന്ധികൾ വരട്ടെ, നെവർ ഗീവ് അപ്പ് എന്നുള്ളൊരു സ്റ്റൈല് തന്നെയാണോ സാർ അഡോപ്റ്റ് ചെയ്യുന്നത്? അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളൊരു പുതിയൊരു ഇതിലേക്ക് എടുത്ത് ചാടുമ്പോൾ അങ്ങനെ തന്നെ പറയാം, എടുത്ത് ചാടുകയാണെങ്കിൽ ഇപ്പോൾ V-Guard നല്ല നിലയിൽ നടന്നു പോകുന്ന സമയത്തായിരുന്നു വണ്ടർല തുടങ്ങിയത്. അപ്പോൾ പലരും ഡിസ്കറേജ് ചെയ്തു. അതായത് അയ്യോ V-Guard നല്ല നിലയിൽ പോകുന്നുണ്ടല്ലോ, അത് വളർത്താൻ ധാരാളം സ്കോപ്പ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ബാങ്കുകാരും ഞങ്ങളുടെ കൺസൾട്ടൻസ് എല്ലാവരും അത് പറയുകയായിരുന്നു. എന്നിട്ടും പക്ഷെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വീണ്ടും അനലൈസ് ചെയ്തു. അതായത് ഇത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ഹോംവർക്ക് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ഒരു ആശയം കിട്ടി, അപ്പോൾ ഉടനെ തന്നെ അതിലേക്ക് എടുത്തു ചാടാതെ സമയമെടുത്ത്, ഞാൻ പറയും എല്ലാ കാര്യത്തിനും ഞാൻ ധാരാളം സമയം എടുത്തിട്ടുള്ള ആളാണ്. ഞാനിവിടം വരെ എത്തിയത് 48 വർഷമായി. ഇപ്പോൾ 48 ഇപ്പോഴത്തെ ഞാൻ പറയും എനിക്ക് ശേഷമാണ് ധീരുഭായ് അംബാനിയൊക്കെ ബിസിനസ് തുടങ്ങിയത്. എനിക്കപ്പോൾ അത്ര വലിയ ക്രെഡിറ്റ് ഒന്നും ഇല്ല. ഒരുപക്ഷെ സാറിന്റെ ഒരു ബിസിനസ് വഴികൾ അവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ല നമ്മളൊക്കെ ഈ നാട്ടിൽ ചെറിയ ഒരു ശിശുവായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന പുതിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു കാഴ്ചപ്പാട് വിഷയമൊക്കെ ആയിട്ടാണ് വരുന്നത്. അവർ പെട്ടെന്ന് അതിലേക്ക് വരുന്നു. പിന്നെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ബൈ ബർത്ത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറേശ്ശൊക്കെ അങ്ങനെ അവകാശപ്പെടാം, ട്രഡീഷൻ എന്നൊക്കെ അവകാശപ്പെടാം. അല്ലെങ്കിൽ ഇത് വളർത്തിയെടുക്കുക, ലീഡർഷിപ്പ് ക്വാളിറ്റി സെൽഫായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിലൊരു ഇതെങ്ങനെയാണ് സാർ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ അനുഭവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവുന്ന യാതൊരു വിചാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു പേടിയായിരുന്നു. അയ്യോ എനിക്കത് പറ്റുമോ. ഞാൻ പറയും എനിക്കത് ആ ഒരു പേടി ഒരു കണക്കിന് നല്ലതാണ്. അതായത് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പല കുറവുകളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പബ്ലിക് ഫോറത്തിലൊക്കെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയെടുത്തിട്ടുള്ള ആളാണ്. ഞാൻ പല ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകളും ഈവൻ സ്പോക്കൺ ഇംഗ്ലീഷ് വരെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് മറ്റ് സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ പബ്ലിക്കായിട്ട്
ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണമെങ്കിൽ ഉം, ഉം. ഞാൻ ഫിറ്റല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ സ്വയം വളരാൻ പറ്റാവുന്ന വിധത്തിൽ ശ്രമിക്കണം. അതേമാതിരി ഫിനാൻസ് എനിക്ക് ഭയങ്കര ഒരു തലവേദന പിടിച്ച വിഷയമാണ് എനിക്ക്. അപ്പോൾ ക്യാഷ് വെച്ചുള്ള കളികളാ. അതെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. ഞാനൊരു ടെക്നോക്രാറ്റാണ്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വേഗം മനസ്സിലാവും. ബാക്കിയുള്ളതൊക്കെ ഞാൻ പുറകിലായിരുന്നു. മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരാളെ, പരിചയമില്ലാത്ത ആളെ പോയി പരിചയപ്പെടാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതൊക്കെ പടിപടിയായിട്ട് ഞാൻ മാറ്റിയെടുത്ത ആളാണ്. ഒരു എൻ്റർപ്രണർ തീർച്ചയായിട്ടും അയാൾ നേരത്തെ പറഞ്ഞ മാതിരി ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അയാൾ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ കുറവുകൾ മാറ്റിയെടുക്കും എന്ന് അയാൾ സ്വയം തീരുമാനിച്ചാൽ അയാൾ അത് മാറ്റിയെടുക്കും എനിക്ക് തോന്നുന്നത്. അതെ. ഇപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് ബിസിനസ് മേഖല ഇഷ്ടമാണ്. എന്താ പറയുക, ബിസിനസ്സുമായി സംബന്ധിച്ച വാർത്തകൾ ഇഷ്ടമാണ്. ബിസിനസ് പേഴ്സണാലിറ്റീസ്, ഇൻ്റർവ്യൂസ്, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പത്രത്തിലായാലും ടി വിയിലായാലും ആ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു മേഖലയാണ്. പക്ഷേ എനിക്കറിയാം ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് എൻ്റെ ഒരു റിയലൈസേഷൻ. ഒരിക്കലും ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ സാറിപ്പം പുതുതായി വരുന്നപ്പോൾ സാറ് ഒരുപാട് പേർക്ക് കോച്ചിങ് കൊടുക്കുന്നു, കോളേജസിൽ പോകുന്നു നോക്കും. സാറ് അവരോട് മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഒരുപോലെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും ഒളിഞ്ഞു കിടക്കുന്ന ധാരാളം കഴിവുകളുള്ളവരുണ്ട്. അപ്പോൾ അത് പുറത്തെടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്താലല്ലേ പുറത്തറിയുള്ളൂ. പരീക്ഷിച്ച് നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പോൾ ആദ്യം ചെറുതൊന്ന് പരീക്ഷിച്ച് നോക്കി, അത് വിജയിക്കും. ആദ്യമേ തന്നെ ഏറ്റവും വലുതും കയറി പിടിക്കാതെ തീർച്ചയായിട്ടും അയാൾ പടിപടിയായിട്ട് വളരാൻ പറ്റും. കാരണം അവരുടെ മുന്നിൽ എത്രയോ എക്സാമ്പിൾ ഉണ്ട്. അതായത് ഞാൻ പറയും, ഇന്നിപ്പോൾ കേരളത്തിൽ, ഇനിയിപ്പോൾ ചുരുങ്ങിയ വർഷം കേരളം മാത്രം എടുക്കുക, കേരളത്തിലെ ഒരു ടോപ്പ് 25 ബിസിനസ്സുകാരിലെ എണ്ണം നോക്കി കഴിഞ്ഞാൽ മിക്കവർക്കും വലിയ പഠിപ്പൊന്നുമില്ല. അക്കാഡമിക്കലി എഡ്യൂക്കേഷൻ IIT ഉണ്ടാ വേറെ ഇല്ല. പക്ഷെ അത് ഒരു കണക്കിന് നമുക്ക് കോൺഫിഡൻസ് തരുന്നു. അതായത് അപ്പോൾ അതല്ല വിഷയം. അതായത് ഭയങ്കര ബ്രില്യൻ്റ് ആവണം, അല്ലെങ്കിൽ ഭയങ്കര ജീനിയസ് ആവണം, അതല്ല വിഷയം കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും സാധിക്കും എന്നുള്ളതിന് ഒരുപടി ഇത് ഉപകരിക്കും. അങ്ങനെ ചിന്തിക്കണം. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവർ എത്രയോ പേര് വിജയിച്ചു പോയിരിക്കുന്നു. സാറ് എങ്ങനെയാണ് ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ സാറിൻ്റെ ഒരു സന്തോഷം കണ്ടെത്തുന്നതാണ്? ഈ ഒരു കുമിഞ്ഞുകൂടുന്ന ഒരു ലാഭത്തിലാണോ സാറിൻ്റെ സന്തോഷം? പ്രോഫിറ്റിലാണോ സന്തോഷം? അല്ല, ഒരിക്കലും അല്ല. അതായത് എൻ്റെ അതിനകത്തുള്ളൊരു ത്രില്ല് കിടക്കുന്നത്, നമ്മളൊരു ആശയം വികസിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വണ്ടർല ആയിക്കോട്ടെ, അല്ലെങ്കിൽ വി ഗാർഡിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് പുതിയതായിട്ടൊരു ആശയം, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ ചെയ്യുന്നു. അത് മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് മാർക്കറ്റിൽ അവതരിപ്പിക്കാൻ പറ്റണം. അതിന് ടേക്കേഴ്സ് ഉണ്ടാവണം, വാങ്ങിക്കാൻ തയ്യാറുള്ളവരുണ്ടാവണം. നമ്മൾ പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറുണ്ടാവണം. പൊതുവെ ഞാൻ പറയും, വി ഗാർഡിൻ്റെ മിക്ക പ്രോഡക്റ്റിനും വില കുറച്ച് കൂടുതലാണ്. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മൾ ബെറ്റർ ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വിശ്വസിച്ചിട്ട് താല്പര്യം അടിച്ചാൽ മതിയെന്നേ. അത്രയ്ക്കുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. അപ്പോൾ അതിലാണ് എനിക്ക് ഒരു ത്രില്ല് കിടക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റണം. നമുക്ക് മാർക്കറ്റിൽ അതുവരെയ്ക്കില്ലാത്ത സ്പെഷ്യാലിറ്റി കൊണ്ടുവരാൻ പറ്റണം. അതാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. അല്ലാതെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കരുതിയിട്ടല്ല. ഓഫ്കോഴ്സ് പണമില്ലാതെ ഒന്നും നടക്കില്ല. എല്ലാത്തിനും പൈസ വേണം. അതില്ലാതെ ഒരു കാര്യം നടക്കില്ല. പക്ഷെ എനിക്ക് ത്രില്ല് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ വി ഗാർഡിനെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ പ്രീമിയം ഒരു വില അല്പം കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് സർവീസ് ആൻഡ് മെയിൻ്റനൻസ് സെക്ഷൻ ഉണ്ട്. അവിടെ വന്ന് പ്രൊഡക്ട്സ് കുമിഞ്ഞുകൂടാൻ പറ്റില്ല.
അല്ലേ? ഇല്ലില്ല. അത് അതിൻ്റെ അർത്ഥം നമ്മൾ തുടക്കത്തിലേ തന്നെ അതിന് ഡിസൈനിൽ ശ്രദ്ധിക്കണം. ആ ആ ആ ട്രബിൾ ഫ്രീ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആ മറ്റ് പല കമ്പനിക്കാരും ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ട്രബിൾ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. പൊതുവേ നമ്മളുടെ സമൂഹം, ബിസിനസ് സമൂഹം, പുതിയ ജൻസി കുട്ടികളൊക്കെ ഈ ഇന്നോവേഷൻസിൽ കാണിക്കുന്ന താല്പര്യം അവരതിൽ എത്രമാത്രം വിജയിക്കുന്നുണ്ട്? ഞാൻ പറയും, ഞാനൊരു പഴയ ആളാണ്. അപ്പം അത് കാരണം കൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ 48 വർഷം എടുത്ത ആളാണ് ഇതുപോലെ എത്താനായിട്ട്, ഇത്ര എത്താനായിട്ട്. സാറ് മാത്രമേ സാറൊരു പഴയ ആളാണെന്ന് പറയുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിവേ, പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ, വരുന്നത്. ഇന്നത്തെ ആശയങ്ങളൊക്കെ വളരെ എന്താ പറയുക, വളരെ മോഡേണാണ്, അത് വളരെ പേയിങ് ആണ്. അതൊരു നിങ്ങളുടെ കയ്യിൽ നല്ലൊരാശയം ഉണ്ടെങ്കിൽ പണമിറക്കാനായിട്ട് ധാരാളം പേര് കാത്തു നിൽക്കുന്നു, ഏഞ്ചൽ ഫണ്ടിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിലൊന്നും ഭ്രമിക്കാതെ അതിൽ നമ്മളുടെ ആശയം ഇനിയും എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, ഇനിയും എങ്ങനെ അതിന് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും, കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് എന്നൊരു കറകളഞ്ഞ അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഒരു പ്രോഡക്റ്റായ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയും, ഇന്ന് ഓപ്പർച്യൂണിറ്റി ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ കോമ്പറ്റീഷനും കൂടുതലുണ്ട്. പണ്ട് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത്. ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ മറ്റൊരു വിശാലമായ ഏരിയയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ഒരു ഓപ്പൺ എയറിൽ സംസാരിക്കാം അല്ലേ? ഓക്കെ സാർ, ഇപ്പം സാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിൽ നിന്ന് അങ്ങനെ വിരമിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡെയിലി ചലഞ്ചസ് ഇന്ന് സാറ് മാറി നിൽക്കുന്നുണ്ട്. ചിലർക്ക് ഇതൊരു ഹരമാണ്. ബിസിനസ്സിൽ ഡെയിലി ചലഞ്ചസ് മീറ്റ് ചെയ്യുക, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, ട്രബിൾ ഷൂട്ടിംഗ് നടത്തുക. അപ്പോൾ ആ ഒരു ചലഞ്ചൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടിവിറ്റി. അത് തുടങ്ങിയിട്ട് 12 വർഷമായി. അപ്പോൾ തുടക്കത്തിലൊക്കെ ആ കൂടി 2 പ്രോജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2 എന്നുള്ളത് 4 ആക്കി, 4 എന്നുള്ളത് പിന്നെ അത് 6 ആക്കി, പിന്നെ 8, 10. അപ്പോൾ അറ്റ് എ ടൈം 5-10 പ്രോജക്റ്റുകൾ ഒരുമിച്ച് വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൂടുതൽ ആക്ടിവിറ്റി വേണം. എന്നാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിനൊപ്പം അനുസരിച്ചുള്ള മാനേജർമാരും ഉണ്ട്. അപ്പോൾ അവരും ബുദ്ധിമുട്ടട്ടെ, അല്ലെങ്കിൽ അതിനല്ല വളർച്ചയുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണല്ലോ. അതെ അതെ അതെ. എന്തായാലും കൃത്യമായി ഈ മേഖലയിലേക്ക് എല്ലാം ഒരു പ്രോപ്പർ ഗൈഡൻസ് പോകുന്നുണ്ട് സാറിന്റെ. അതുണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയും, തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഇടപെടാം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അധികവും. ഓക്കെ. അതായത് മാനേജേഴ്സ് ഉണ്ട്, അവർ നോക്കിക്കോളും. അപ്പോൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതെ. അവരുടെ പല മീറ്റിങ്ങുകളിൽ ഞാൻ മനഃപൂർവ്വം ഇരിക്കില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ അവരുടെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ അവരുടെ സീനിയർ ആയിട്ടുള്ള ആളെ വിളിച്ച് ചോദിക്കും, എന്താ തീരുമാനം എടുത്തതെന്ന് ചോദിക്കും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചില ടിപ്സ് പറഞ്ഞു കൊടുക്കും. ഓക്കെ. അതാണ് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഒരു സംവിധാനം ഒരുക്കുക. നമ്മളിരുന്ന് കഴിഞ്ഞാലേ, അവരുടെ മീറ്റിങ്ങിൽ നമ്മളിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചെയർമാൻ എന്താ പറയണേ, അപ്പൊ അതിന് ആരും എതിർക്കില്ല. അത് വേണ്ട, അങ്ങനെ വേണ്ട, ആരും ഓപ്പണപ്പ് ആവില്ല. അതെ, ഓപ്പണപ്പ് ആവില്ല. സാറ് നമുക്കറിയാം, ഇപ്പം നമുക്ക് പൊതുവായ ചില വിഷയങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ നേരിടുന്ന ബിസിനസ് മേഖല എങ്ങനെ പോകുന്നു, അതിൻ്റെ ചലഞ്ചസ് എന്താണ്, പ്രതിസന്ധികൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ നമുക്ക് കേരളത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നമ്മൾ പഴയതുപോലെയൊന്നും അല്ല. ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഇപ്പോൾ പുതുതലമുറ, നമ്മുടെ ജൻസി കുട്ടികളൊക്കെ ഒരു തൊഴിൽ, ജോബ് എന്നതിനേക്കാൾ ഒരു ബിസിനസ് എന്ന നിലയിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? സാർ എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും പലരും സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയ്ക്ക് പലരും ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അവര് അറിയപ്പെടണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വലുതാവണമായിരിക്കാം.
പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്, നമ്മുടെ കേരളം അത്രയ്ക്ക് വളരുന്നില്ല എന്നുള്ള സങ്കടം തോന്നാറുണ്ട്. പല പല കാരണം കൊണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാം സാറ് നമ്മുടെ നോക്കുകൂലിക്കൊക്കെ എതിരെ ശക്തമായി രംഗത്ത് വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു, പക്ഷെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഇതേ സാഹചര്യങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ വളർന്നിട്ടുള്ളവരെ എത്രയോ പേരുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനെ പേടിച്ച് ഇതിനെ പേടിച്ച് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ ഇപ്പോഴുള്ള നയങ്ങളൊക്കെ കൂടുതൽ ബിസിനസ് അനുകൂലമാണ്. ഇപ്പോഴത്തെ മിനിസ്ട്രി ആണെങ്കിൽ കൂടെ നമ്മൾ വീട്ടിലൊക്കെ ഒരു ചെറിയ സംരംഭം തുടങ്ങാം. ഇതിൻ്റെ ലൈസൻസിങ്, അതിൻ്റെ ഒരു റിസ്കുകൾ എലമെൻസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ വിൻഡോയിലൂടെ ഇതൊക്കെ സാധ്യമാക്കുന്ന വിധത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ബിസിനസ് യൂണിറ്റിന് ഇപ്പോൾ മേ ബി ഫുഡ് ലൈസൻസ് മതിയായിരിക്കും, മറ്റു ലൈസൻസുകളൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒന്ന് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പണ്ടത്തെ അപേക്ഷിച്ച് പണ്ട് 100 കൂട്ടം കാര്യങ്ങളായിരുന്നു, 100 ഡിപ്പാർട്ട്മെന്റുകളെ ആശ്രയിക്കണമായിരുന്നു. ഏതെങ്കിലും നമ്മളോട് പിണക്കുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ വിചാരിച്ച് നമ്മൾ 8 വട്ടം കറക്കാമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാറിയിട്ടുണ്ട്. എന്തായാലും കേരളം ഒരു നമ്മളിപ്പോഴും ഈ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് കേട്ടും അടുത്തു അല്ലേ? നമുക്കിവിടെ പ്രൊഡക്ട്സുകൾ വേണ്ടേ? തീർച്ചയായിട്ടും. അതായത് ഞാൻ ഈ ചെറുപ്പക്കാരോട് പറയാറുള്ളതാണ്, കേരളം വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമുക്ക് എന്തുമാത്രം ഐറ്റംസ് വേണം. കാരണം നമ്മളെല്ലാവരും അങ്ങനെ എത്രയോ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അതിൽ പലതും എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിക്കൂടാ? അത് സാധിക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. രാജ്യത്ത് എത്രമാത്രം അനുകൂലമാണ് ഈ ഒരു സാഹചര്യങ്ങൾ? എങ്ങനെയാണ് പലപ്പോഴും വിമർശനം വരുന്നത്? ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ വിമർശനം വരുന്നത്, സാറിന് അതിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം ഈ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ചെയ്യുന്നു, സാധാരണക്കാർക്ക് ഇവിടെ ഒന്നുമില്ല, എന്ത് സ്കീമായാലും അത് അവർക്ക് അനുകൂലം, സാധാരണക്കാരെ ലക്ഷ്യമിടുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിമർശനങ്ങളെ സാർ പോസിറ്റീവായിട്ടാണോ കാണുന്നത്, നെഗറ്റീവായിട്ടാണോ കാണുന്നത്? അതിൻ്റെ യഥാർത്ഥ വസ്തുത എങ്ങനെ സാറ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അതായത് ഈ കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടെന്നേ. നമ്മളെന്തിനാണ് അസൂയപ്പെടുന്നത്? അതായത് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ വലിപ്പവും കാര്യങ്ങളും അനുസരിച്ച് ഏത് മേഖലയിലേക്ക് കടക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെയല്ല, ഇന്ത്യ മഹാരാജ്യം പരന്നു കിടക്കുകയാണ്. നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. കേരളം നമുക്ക് അനുകൂലമല്ലെങ്കിൽ എന്തുകൊണ്ട് കോയമ്പത്തൂർ പോയി തുടങ്ങിക്കൂടാ? ഒരു 3 മണിക്കൂർ യാത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 4 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ പോസിറ്റീവ് സൈഡ് ചിന്തിക്കുന്ന ആളുകൾക്ക് സാധ്യതകൾ ധാരാളം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, സാറ് പറയുന്നു എന്ത് പ്രതിസന്ധിയിലും വിമർശനങ്ങൾക്ക് അതീതമായി നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം, യാതൊരു സംശയവുമില്ല. അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നു ബിസിനസിൻ്റെ ഒരു ടോപ്പിക് അവിടെ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് സാറ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന രംഗത്തുമൊക്കെ ആക്റ്റീവാണ്. ഇതിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ അത് മനസ്സിൽ ഒരു ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് അല്ലേ സാർ? ഇത് എങ്ങനെയാണ് അത് കൊണ്ടു നടക്കുന്നത്? അതെനിക്ക് തോന്നുന്നത് അത് വ്യക്തിപരമാണ്. ഞാൻ തുടക്കം തൊട്ടേ എനിക്ക് പറ്റാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഞാൻ പരമാവധി ചെയ്യാറുണ്ടായിരുന്നു. അന്ന് അതിന് അത്രയ്ക്ക് പ്രചാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതായപ്പോൾ, അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മൊത്തം തുക വലുതായപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയെന്ന് മാത്രം. അപ്പം ഞാൻ പലപ്പോഴും പറയും, ഞാൻ കൂടി എൻ്റെ തറവാട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ഞാൻ എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നാട്ടുകാർ സന്തോഷമായിട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ്. ഈ സേവന പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് വേണ്ടിയിട്ട് ബിസിനസ് വഴിക്ക് തുടങ്ങാൻ, അല്ല ബിസിനസ് വഴിക്ക് വളർത്തിയെടുത്തിട്ടുള്ള. എന്തായാലും ഈ പൊതുജനത്തിന് സാമൂഹ്യ സേവനത്തിന് നൽകുന്ന കണക്കുകൾക്ക് സാർ ഒരു എക്സൽ ഷീറ്റ് ഒന്നും സൂക്ഷിക്കാറില്ല? അല്ല, നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ, നമ്മളത് അത് പറഞ്ഞു നടക്കുന്നത് ശരിയല്ല. ഓക്കെ, സാറിന് അറിയാം ഒരു കൈ കൊണ്ട് ദാനം കൊടുക്കുന്ന മറ്റേ കൈ അറിയരുതെന്നാണ് അറിയരുത്. അതിന് ഷീറ്റ് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സാറ് കിഡ്നി ഡൊണേഷൻ ഒക്കെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഈ ഒരു ബിസിനസ് സേവന മേഖലയിൽ
സാറ് മനസ്സിലാക്കുന്നു, സാറിന്റെ ഒരു വ്യക്തിത്വം എങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ട്? ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് സാറ് മനസ്സിലാക്കുന്നത്? ഒരാളെ ജനം വിലയിരുത്തുന്നത് 2-3 കാര്യങ്ങളായിരിക്കും. അതായത് കുറെ പണം മാത്രം ഉണ്ടായാൽ മതിയോ? പണത്തിന് പണം വേണം. ഇന്നത്തെ കാലത്ത് പണം ഇല്ലാതെ ഒന്നും നടക്കില്ല. അതോടൊപ്പം തന്നെ അയാൾക്കൊരു മനസ്സമാധാനം വേണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റണം, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണം. അതൊരു പ്രധാന വിഷയമല്ലേ? അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് 75 വയസ്സായി. 75 വയസ്സായാൽ അതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ആരോഗ്യം വേണം. അതേസമയം ചിലരുണ്ട് ബിസിനസിന്റെ പുറകെ നടന്ന് ആരോഗ്യം കളഞ്ഞ് കുളമായി കുറെ മെഡിസിനൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആരോഗ്യം വേണം, മനസ്സമാധാനം വേണം, പണം വേണം. ഇതൊക്കെ കൂടെ ആണെങ്കിൽ തന്നെ സമൂഹത്തിൽ നമുക്കൊരു ആക്സെപ്റ്റൻസ് വേണം. അല്ലാതെ എത്ര പണം ഉണ്ടാക്കിയാലും കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയല്ലേ ഒരാളെ ജനം വിലയിരുത്തുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും സാറിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഘടകങ്ങളുണ്ടല്ലോ, സന്തോഷം, മനസ്സമാധാനം, ശരിയായ ഉറക്കം, ഇത് കിട്ടുന്നുണ്ടോ? അതിനേക്കാൾ ഒരു സമൂഹത്തിൽ എനിക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പാണ്. സാറിന് ഇപ്പൊ ഒരു പുതുതായിട്ട് വരുന്ന തലമുറയുടെ, ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്ലീശ ചോദ്യം തന്നെയാണ്, എനിക്കറിയാം. എങ്കിലും പൊതുസമൂഹത്തോട്, ബിസിനസ് മേഖലയോട് ഒക്കെ ഇപ്പോൾ സമൂഹത്തിൽ അക്സെപ്റ്റൻസ് ഉള്ള ആൾ എന്ന നിലയിൽ നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, രാജ്യാന്തര പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സാർ ഇത് എല്ലാം കണക്കാക്കിയിട്ട് ഒരു മെസ്സേജ്, ഒരു ഗ്രേറ്റ് മാൻ്റെ ഒരു മെസ്സേജ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. അല്ല, ഞാൻ പലപ്പോഴും പറയാഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റെപ്പിറ്റേഷനായിരിക്കാം. ഞാൻ പറയുന്നത് ഇതേ സാഹചര്യങ്ങൾ എല്ലാവർക്കും കോമൺ അല്ലേ? ഇതേ സാഹചര്യങ്ങളിൽ എത്രയോ പേര് വളർന്നു വലുതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെ കണ്ടുപഠിക്കാൻ ശ്രമിക്കണമല്ലോ. നേരത്തെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഞാൻ രത്തൻ ടാറ്റയുടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമല്ല, അദ്ദേഹം എങ്ങനെ ആയി തീർന്നു. അതുപോലെ നമ്മുടെ മുന്നിൽ എത്രയോ പോസിറ്റീവായിട്ടുള്ള എക്സാമ്പിളുകളുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കും സാധിക്കും, എനിക്കും ഒരു സമൂഹത്തിൽ ഉയരാൻ സാധിക്കും എന്നുള്ളൊരു വിചാരമാണ് ആദ്യം വേണ്ടത്. അങ്ങനത്തെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അയാള് എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. വളരെ നന്ദി സാർ. ഇറ്റ്സ് മൈ ഹോണർ. വളരെ സന്തോഷം സാറിനോടൊപ്പം ഇത്രയും മണിക്കൂർ ഈ സമയം ചെലവഴിച്ചതിന്. ഓക്കെ, സാറിന് എല്ലാ സമാധാനവും എല്ലാ ആശംസകളും. ലോകത്ത് ഇനിയും കൂടുതൽ അംഗീകാരത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫിജി. ഓക്കെ, താങ്ക് യു. Thomas,